Good morning. നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. അതായത് IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിനകത്ത് ഈ പറയുന്ന ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽ തയ്യാറാക്കുന്ന ഇൻസോൾവൻസി പ്രൊഫഷണൽ പ്ലാൻ, ഈ ഇൻസോൾവൻസി പ്ലാൻ എന്ന് പറയുന്ന സാധനം ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസോൾവൻസി പ്രൊഫഷണൽ പറയുന്ന കാര്യങ്ങളെല്ലാം കമ്പനിക്ക് അനുയോജ്യമാണോ, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് അത് അനുവദിക്കാവുന്നതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്. Okay, that means ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പ്രകാരം ഇങ്ങനെ ഒരു പ്രോസസ് ചെയ്ത് കമ്പനിയെ ആരിൽ നിന്ന് രക്ഷിക്കണേ, ഈ പറയുന്ന ക്രെഡിറ്റേഴ്സിൽ നിന്നാണ് രക്ഷിക്കണേ അല്ലെ. അതായത് ക്രെഡിറ്റേഴ്സിനാണ് കമ്പനിക്ക് ഇത്രയും കാശ് കൊടുക്കാറുള്ളത്. സോ ക്രെഡിറ്റേഴ്സിൽ നിന്ന് രക്ഷിക്കണേ. സോ അങ്ങനെ ക്രെഡിറ്റേഴ്സിന് മുന്നിൽ വെക്കേണ്ട ഒരു പ്ലാൻ അത് തയ്യാറാക്കിയിട്ട് ആരെ തയ്യാറാക്കണേ, ഈ റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്ന വ്യക്തി ഈ പ്ലാൻ തയ്യാറാക്കിയിട്ട് എവിടെയാ സബ്മിറ്റ് ചെയ്യണേ, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. ഫസ്റ്റ് വൺ, ഓക്കെ, ദി കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് അണ്ടർ സെക്ഷൻ 21, അതായത് ബൈ IRB. ഇപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആണ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കണേ. ആൻഡ് ആഫ്റ്റർ കളക്ഷൻ ഓഫ് all claims received against corporate, like അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറയുന്നത് പോലെ ഈ ഇൻഷുറൻസ് പ്രൊഫഷൻ ചെയ്യുന്ന സമയത്ത് പബ്ലിക് അനൗൺസ്മെന്റ് നടത്തിയിട്ട് എല്ലാ ക്ലെയിംസും കളക്ട് ചെയ്യും, ക്രെഡിറ്റേഴ്സിന്റെ കയ്യിലുള്ള എല്ലാ ക്ലെയിംസും കളക്ട് ചെയ്യും. സോ ഇങ്ങനെ എല്ലാ ക്ലെയിംസും കളക്ട് ചെയ്തതിനു ശേഷം കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ ക്ലെയിംസും കളക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആണ് എന്ത് രൂപീകരിക്കണേ, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം രൂപീകരിക്കണേ ആഫ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കോർപ്പറേറ്റ്. Okay, so committee of creditors ആണ് ഈ പറയുന്ന പ്ലാൻ അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ. സോ അങ്ങനെ ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനെ രൂപീകരിക്കേണ്ടത് നമ്മുടെ ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊഫഷനിലാണ്. എന്തിനു ചെയ്യണം, ഈ പറയുന്ന പബ്ലിക് അനൗൺസ്മെന്റ് നടത്തിയിട്ട് നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ എല്ലാവരിൽ നിന്ന് ക്ലെയിംസ് എല്ലാം സ്വീകരിച്ചതിന് ശേഷം ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് ഈ ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആണ് എന്തുണ്ടാക്കണേ, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് അണ്ടർ സെക്ഷൻ 21. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് വൺ, composition of committee of creditors. ആരൊക്കെയാണ് ഇതിന്റെ അകത്ത് പറയുന്നത്, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ആരൊക്കെയാണ് പറയുന്നത്? ഓക്കേ, ഓൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അതായത് ഇവിടെ ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ്. സോ എല്ലാ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സും ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ മെമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് if a financial creditor is a related party of a corporate debtor, ഓക്കേ, ഒരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണ്, ആ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് ഡെപ്റ്റർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്റർ കമ്പനിയുടെ ഒരു റിലേറ്റഡ് പാർട്ടിയാണെന്ന് വിചാരിക്കുക. He shall not have any right of representation, participation or voting. അതായത് ഇങ്ങനെ ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് രൂപീകരിക്കുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ A B C D E ഇങ്ങനെ 5 പേരാണ് നമ്മുടെ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. 5 പേര്. അതായത് ഈ 5 പേരും ഏതിനകത്ത് വരാനുള്ള അധികാരമുണ്ട്, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് വരാനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷേ ഇതിനകത്ത് E എന്ന് പറയുന്ന വ്യക്തി XYZ ലിമിറ്റഡിന്റെ റിലേറ്റഡ് പാർട്ടിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ E എന്ന് പറയുന്ന വ്യക്തിക്ക് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് യാതൊരു തരത്തിലുള്ള എന്തുള്ള റൈറ്റ് ഓഫ് റെപ്രസെന്റേഷൻ ഇല്ല, ആൻഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് വോട്ടിംഗ്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നേരത്ത് അവിടെ അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോട്ടോ വോട്ട് ചെയ്യാനുള്ള അവകാശം ഒന്നും ആർക്കില്ല, ഈ പറയുന്ന റിലേറ്റഡ് പാർട്ടിക്ക്. Okay, and the next one, situation of consortium finance. That means ഒരു മ്യൂച്വൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ okay, if there are 2 or more financial creditors as part of consortium or agreement, then each financial creditor shall be the part of committee of creditors. മനസ്സിലായോ? അതായത് അവർ രണ്ടുപേരും അതിനകത്ത് എന്താണ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് വരാൻ അവർക്ക് അധികാരമുണ്ട്. And their voting rights shall be in proportion of financial debts owed to them by corporate debt. മനസ്സിലായോ? അവരുടെ ഫിനാൻഷ്യൽ ഡെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്നത് പോലെ വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ എയും മിസ്റ്റർ ബിയും ഇവര് രണ്ടുപേരും കൂടെയാണ് ഒരു കോടി രൂപ ഈ പറയുന്ന നമ്മുടെ കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? അതായത് കോർപ്പറേറ്റ് ഡെപ്റ്റർ അല്ലെങ്കിൽ കമ്പനി നമ്മുടെ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എയിൽ നിന്നും ബിയിൽ നിന്നും കൂടിയാണ് 1 കോടി രൂപ വാങ്ങുന്നത്. സോ ഇവിടെ A എന്ന് പറയുന്ന വ്യക്തിയും B എന്ന് പറയുന്ന വ്യക്തിയും രണ്ടുപേരും ഏതിനകത്ത് വരും,
COC കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് രണ്ടുപേരും വരും. അല്ലെങ്കിൽ രണ്ടുപേർക്ക് വരാനുള്ള അധികാരമുണ്ട്. ഇനി ഇവരുടെ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഈ 1 കോടിയിൽ ഇവരുടെ പ്രൊപ്പോർഷണേറ്റ് റേഷ്യോ എത്രയാണോ, മിസ്റ്റർ എയുടെയും മിസ്റ്റർ ബിയുടെയും പ്രൊപ്പോർഷണേറ്റ് റേഷ്യോ എത്രയാണോ, ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എന്ത് കിട്ടുന്നത്, വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുന്നത്. മനസ്സിലായോ? കാരണം കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ് ഇതെല്ലാം തീരുമാനിക്കണേ. ഓക്കെ, ആ ഒരു പോയിന്റ് തന്നെ നിങ്ങൾ ചിന്തിക്കണം. ദാറ്റ് മീൻസ് ഈ റെസൊല്യൂഷൻ പ്രൊഫഷണൽ തയ്യാറാക്കുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അപ്രൂവ് ചെയ്യുന്നത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്. മനസ്സിലായോ? സോ ഫസ്റ്റ് വൺ, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് കൂടുതലായിട്ടും അല്ലെങ്കിൽ കമ്മിറ്റി ഓഫ് എല്ലാ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സും ഏതിന്റെ ഭാഗമാവും, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ ഭാഗമാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് സെക്കൻഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ 2 or 3 പേര് ചേർന്നിട്ടാണ് നമ്മുടെ കോർപ്പറേറ്റ് ഡയറക്ടർക്ക് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 വ്യക്തികളും ഏതിന്റെ ഭാഗമായിട്ട് വരും, സിഒസിന്റെ ഭാഗമായിട്ട് വരും. പക്ഷെ അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് ആ ഡെപ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, the next one, the person is a financial creditors as well as an operational creditor. അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഫിനാൻഷ്യൽ ക്രെഡിറ്ററുമാണ് ഓപ്പറേഷണൽ ക്രെഡിറ്ററുമാണ്. മനസ്സിലായോ? അതായത് XYZ ലിമിറ്റഡിന് ഇങ്ങനെ 5 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 50,000 രൂപയുടെ ഗുഡ്സും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ XYZ ലിമിറ്റഡിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അങ്ങേര് ഏതൊക്കെയാണ്, ഫിനാൻഷ്യൽ ക്രെഡിറ്ററുമാണ് ഓപ്പറേഷണൽ ക്രെഡിറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, considered as a financial creditors as well as operational creditor. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആയിട്ടും ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആയിട്ടും കൺസിഡർ ചെയ്യും. And the voting share, the proportionate to the financial debt owed to him by the corporate director. അതായത് ഇങ്ങനെ മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി ഫിനാൻഷ്യൽ ക്രെഡിറ്ററും ഓപ്പറേഷണൽ ക്രെഡിറ്ററുമാണ്. പക്ഷെ അങ്ങനെ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഏതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും, നമ്മുടെ ഫിനാൻഷ്യൽ ഡെപ്റ്റിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. മനസ്സിലായോ? ഓക്കെ, and the next one, okay, where an operational creditor has assigned or legally transferred the operational debt to a financial creditor. അതായത് ഒരു ഓപ്പറേഷണൽ ക്രെഡിറ്റർ അങ്ങനെ ഉണ്ടാവുന്ന ആ ഓപ്പറേഷണൽ ഡെപ്റ്റിനെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, നമ്മുടെ ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. The assignee or transferring shall be considered as an operational creditor to the extent of such assignment or legal transfer. മനസ്സിലായോ? അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണ്, മിസ്റ്റർ ബി എന്ന് പറയുന്ന വ്യക്തി ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആണ്. മനസ്സിലായോ? അതായത് XYZ ലിമിറ്റഡ് മിസ്റ്റർ എക്ക് 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഇവിടെ 50,000 രൂപ ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആയിട്ട് മിസ്റ്റർ ബിക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ നോക്കി, മിസ്റ്റർ ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിസ്റ്റർ ബി അങ്ങേരുടെ 50,000 രൂപയുടെ ഡെപ്റ്റ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, മിസ്റ്റർ എക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ അതിന്റെ XYZ ലിമിറ്റഡ് മിസ്റ്റർ ബിക്ക് തരാനുള്ള ആ 50,000 ഓപ്പറേഷണൽ ക്രെഡിറ്ററിനെ അല്ലെങ്കിൽ അതിനെ ആർക്ക് അതിന്റെ ലീഗൽ പൊസിഷൻ ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, മിസ്റ്റർ എക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അസൈനിങ് ഓർ ട്രാൻസ്ഫറിംഗ് ഷാൽ ബി കൺസിഡർഡ് ആസ് എൻ ഓപ്പറേഷണൽ ക്രെഡിറ്റർ. അതായത് മിസ്റ്റർ എനെ നമുക്ക് ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആയിട്ട് കൂടെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം ടു ദ എക്സ്റ്റെന്റ് ഓഫ് സച്ച് അസൈൻമെന്റ് ഓർ ലീഗൽ ട്രാൻസ്ഫർ. മനസ്സിലായോ? അതായത് ഇവിടെ ടോട്ടൽ ഇപ്പൊ XYZ ലിമിറ്റഡ് മിസ്റ്റർ എക്ക് 5,50,000 രൂപ കൊടുക്കാനുണ്ട് അല്ലെ, മിസ്റ്റർ ബി കൂടെ ട്രാൻസ്ഫർ ചെയ്തത് ആർക്ക് കൊടുക്കുക, എക്ക് കൂടെ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പൊ XYZ ലിമിറ്റഡ് മിസ്റ്റർ എക്ക് 5 ലക്ഷം രൂപ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് ആയിട്ടും 50,000 രൂപ ഓപ്പറേഷൻ ക്രെഡിറ്റ് ആയിട്ടും കൊടുക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ, ആ കിട്ടുന്ന പോർഷനെ എന്തായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാവൂ, ഈ പറയുന്ന ഓപ്പറേഷൻ ക്രെഡിറ്റ് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, റൈറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ. അതായത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് രൂപീകരിച്ചു, അതിനകത്ത് കയറി വരുന്നത് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ റൈറ്റ്സ്? ഇവിടെ നോക്കി, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് പ്രൊഫഷൻ അതർ ദാൻ ആർക്ക്. അതായത് നമ്മുടെ കമ്പനിക്കകത്ത് ഒരു വ്യക്തിയെ നമ്മൾ ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊഫഷനിലായിട്ട് നിയമിച്ചിട്ടുണ്ട്. മനസ്സിലായി? പക്ഷേ വേണമെങ്കിൽ അങ്ങേരെ കൂടാതെ വേണമെങ്കിൽ ആർക്ക് ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്ക് ഒരാളെ കൂടെ എന്താണ് അപ്പോയിന്റ് ചെയ്യാം, ഈ പറയുന്ന ഇൻഷുറൻസ് പ്രൊഫഷനിലായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൺ കോസ്റ്റ്. അങ്ങേരുടെ സ്വന്തം കാശ് കൊടുത്ത് അങ്ങേർക്ക് എന്ത് ചെയ്യാം, ഒരു റെസൊല്യൂഷൻ പ്രൊഫഷനിലെ അപ്പോയിന്റ് ചെയ്യാം. പർപ്പസ് റെപ്രസെന്റ് ഹിംസെൽഫ് ഇൻ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. അതായത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് ഇങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങേലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളല്ല, ഇങ്ങേർക്ക് വേണമെങ്കിൽ ആരെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ പ്രൊഫഷനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും.
മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓക്കെ XYZ ലിമിറ്റഡ് ഓൾറെഡി ഒരു ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ IR ഏതിന്റെ ഈ പറയുന്ന XYZ ലിമിറ്റഡിന്റെ IRP എന്ന് പറയുന്നത് മിസ്റ്റർ എ ആണ്. ഓക്കെ ഇനി ഇവിടെ യു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണ്. ഓക്കെ സോ ഇവിടെ നോക്കിയേ ഈ യു എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ പുതിയ ഒരു വ്യക്തി സപ്പോസ് മിസ്റ്റർ ബി എന്ന് പറയുന്ന പുതിയ വ്യക്തിയെ എന്താണ് നിയമിക്കാം IRP ആയിട്ട് അല്ലെങ്കിൽ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. മനസ്സിലായോ? അത് കമ്പനിക്ക് വേണ്ടിയിട്ടല്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ അതായത് ആ ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്ക് ഈ പറയുന്ന മീറ്റിംഗിനകത്ത് പങ്കെടുക്കാനും അല്ലെങ്കിൽ അവിടെ ഒന്ന് സംസാരിക്കാനും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിക്കാനും വേണ്ടി മാത്രം അങ്ങേരെ കയ്യിൽ നിന്ന് കാശ് മുടക്കിക്കൊണ്ട് ആരെ അക്കൗണ്ട് ചെയ്യാം ഒരു റെസൊല്യൂഷൻ പ്രൊഫഷണലെ അക്കൗണ്ട്. ഓക്കെ ആ റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഏത് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രൊഫഷണൽ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ പറയുന്ന ആരൊക്കെയാണോ അല്ലെങ്കിൽ ആർക്കൊക്കെ ആവാം നമ്മളങ്ങനെ കുറെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആർക്കൊക്കെ ആവാം എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. സോ അത് പ്രകാരം ആർക്കൊക്കെ ആവാൻ പറ്റുമോ അതിൽ ഏതെങ്കിലും ഒരാളെ മാത്രമേ നമുക്ക് ഇവിടെ എന്താണ് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ റെസൊല്യൂഷൻ പ്രൊഫഷണൽ അപ്പോയിന്റ് ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി തന്നെ വേണം ആ ഫിനാൻഷ്യൽ ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി തന്നെ വേണം. ഓക്കെ സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായി അല്ലെ. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് ഈ റെസൊല്യൂഷൻ പ്ലാനിനകത്ത് ഉണ്ടാവുന്ന പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ റെസൊല്യൂഷൻ പ്ലാനിനകത്ത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ സോ ഇവിടെ നമ്മൾ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു ആരൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈ ഡിസിഷൻ മേക്കിംഗിന്റെ ഒരു മാനറിനെ കുറിച്ചാണ്. ഓക്കെ മാനർ ഓഫ് ടേക്കിംഗ് ഡിസിഷൻ ബൈ ദി കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം നമ്മുടെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് വെച്ചിട്ടാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ ഇത് അപ്രൂവ് ചെയ്താൽ മാത്രമേ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇത് കൊടുക്കാൻ പറ്റൂ. മനസ്സിലായോ? സോ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പിനകത്ത് അപ്രൂവ് ചെയ്യുന്നത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ ദി മാനർ ഓഫ് ടേക്കിംഗ് ഡിസിഷൻ ബൈ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. ഫസ്റ്റ് വൺ there is a financial creditors. Financial creditor ഉണ്ടെങ്കിൽ okay decision by more than 51% of the voting share of the financial creditors. അതായത് നമ്മുടെ IRP സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ ഈ പറയുന്ന IBC-യുമായിട്ട് ഇൻസോൾവൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കയറുന്ന ഏതെങ്കിലും ഒരു പ്ലാൻ ഈ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഓക്കെ അതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത് പ്രൈമറി സ്റ്റേജിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആയതുകൊണ്ട് ഓക്കെ പ്രൈമറി ഇതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ട കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആയതുകൊണ്ട് അവിടെ രണ്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ ഇങ്ങനെയായിരുന്നു ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ ആ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനകത്ത് 51%-നേക്കാൾ കൂടുതൽ വോട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓക്കെ ആണ്. അത് നമുക്ക് എന്തായാലും ട്രീറ്റ് ചെയ്യാം ഓക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഞാനൊരു ഇന്റർനെറ്റ് റെസൊല്യൂഷൻ പ്രൊഫഷണലാണ്. ഞാൻ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർനെറ്റ് പ്ലാൻ തയ്യാറാക്കി എന്നിട്ട് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അല്ലെങ്കിൽ ആ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ അത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് സബ്മിറ്റ് ചെയ്യാണ്. ആ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് ആരുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ ആ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനകത്ത് 51%-നേക്കാൾ കൂടുതൽ വോട്ടിംഗ് ഷെയർസ് ഉള്ള ആൾക്കാർ അത് ഓക്കെ പറയുകയാണെങ്കിൽ എഗ്രി ചെയ്യുകയാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യും. Okay, and the second one, there is no financial creditors. Committee of creditors are the അല്ലെങ്കിൽ committee, നമ്മുടെ corporate sector financial creditors ഇല്ല. അങ്ങനെയാണെങ്കിൽ, okay, the committee of creditors shall be constituted and shall comprise in such a person to exercise such functions in such a manner as may be specified. That means, board അല്ലെങ്കിൽ adjudicating authority specify ചെയ്തിരിക്കുന്ന മാനറിനകത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? എല്ലാ സ്പെസിഫിക് കേസുകളാണ് ഓരോ കേസിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ അവിടെ അപ്രൂവ് ചെയ്യണമെങ്കിൽ ഓക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മാനർ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ മിനിമം 51% ഓഫ് എന്തുണ്ടായിരിക്കണം ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എഗ്രി ചെയ്തിരിക്കണം. ഓക്കെ ഇത് ഓർത്തിരിക്കണം. ഈ 51% എന്ന് പറയുന്ന സാധനം ഓർത്തിരിക്കണം. അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടെ പറയാം. സോ ഒറ്റ കാര്യം ഓർത്തിരിക്കുക. ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് 51% കൂടുതൽ എഗ്രി ചെയ്താൽ മാത്രമേ 51% കൂടുതൽ എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന ഡിസിഷൻ എടുക്കാൻ പറ്റൂ. മനസ്സിലായോ? And the next one, okay, right of committee of creditors. That means the committee of creditors shall have the right to require the resolution professional to furnish any financial information in relation to the any financial
information in relation to the corporate debtor at any time during the corporate insolvency resolution process. അതായത് ഈ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് ആരിൽ നിന്നും നമ്മുടെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണലിനോട് ആവശ്യപ്പെടണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ അത് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടാം. മനസ്സിലായോ? ഏത് സമയത്ത് കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ് അതായത് ആ കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് ആര് ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷനോട് അവകാശപ്പെടാം എന്ത് പറയാൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അതൊന്ന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. And the resolution professional shall within 7 days make available to the committee of creditors of such a financial information. അങ്ങനെ ചോദിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് സബ്മിറ്റ് ചെയ്യും. മനസ്സിലായോ? And the next one, the meeting of committee of creditors as per section 24. Okay. The members of the committee of creditors may meet in person or by such electronic means as may be specified. അതായത് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസിലൂടെയോ അവർക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന പോലെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. All the meeting of committee of creditors shall be conducted by resolution professional. Resolution professional ആണ് ഈ പറയുന്ന committee of creditorsന്റെ മീറ്റിംഗ് വിളിച്ചു ചേർക്കണേ. And resolution professional shall give notice of each meeting of the committee of creditors. അതായത് resolution professional ആണ് ഈ പറയുന്ന committee of creditorsന്റെ മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. അല്ലേ? സോ ഇവിടെ പറയുന്നത് ആ മീറ്റിംഗിന് മുമ്പ് ഈ resolution professional നോട്ടീസ് കൊടുക്കണം. ആർക്കൊക്കെയാണ്? The members of committee of creditors including authorized representatives. ഈ committee of creditors ന്റെ എല്ലാ മെമ്പേഴ്സിനും അല്ലെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനും എന്ത് കൊടുക്കണം ഈ ഇന്ന ഡേറ്റിന് ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കണം. അല്ലെങ്കിൽ the suspended board of directors or partners of the corporate person. Suspended corporate person അല്ലെങ്കിൽ suspended board of directors അല്ലെങ്കിൽ suspended partners. ഈ suspended എന്ന് പറഞ്ഞാൽ ഇത് IRB വരുന്ന സമയത്ത് അല്ലേ റെസൊല്യൂഷൻ പ്രൊഫഷനിൽ വന്നിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ എല്ലാ ഡ്യൂട്ടിയും ആര് തന്നെയാണ് ചെയ്യണേ ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ ഈ റെസൊല്യൂഷൻ പ്രൊഫഷനിൽ വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഈ ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനും എല്ലാവർക്കും എന്ത് കൊടുത്തേ പറ്റും ഈ നോട്ടീസ് അയച്ചേ പറ്റും. And the third one and the important one, operational creditors if their immediate dues is more than 10% of the debt. മനസ്സിലായോ? അവർക്ക് ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ് അവർക്ക് കിട്ടേണ്ട ഡെപ്റ്റിന്റെ 10%നേക്കാൾ മുകളിലാണ് വരുന്നതെങ്കിൽ അവർക്ക് നോട്ടീസ് അയക്കണം. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നത് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സും ഏതിന്റെ ഭാഗമായിരിക്കും കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ ഭാഗമായിരിക്കും. ഓക്കെ സോ മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഇലക്ട്രോണിക് മീൻസിലും വേണമെങ്കിൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ച് ചേർക്കാം. വിളിച്ച് ചേർക്കേണ്ടത് റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആണ്. ഇനി അത് ചേർക്കുന്നതിന് മുമ്പ് ആർക്കൊക്കെയാണ് നോട്ടീസ് അയക്കുന്നത് എല്ലാ മെമ്പേഴ്സിനും അയക്കണം. ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോ അല്ലെങ്കിൽ any other corporate personsനോ അയക്കണം. കൂടാതെ 10% കൂടുതൽ മുകളിൽ ഡെപ്റ്റ് കയറി വരുന്ന ഡ്യൂസ് ഉള്ള ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിനോ അയക്കണം. Operation creditors, right? And no right to vote to directors, partners and representatives of operational creditors. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? No right to vote to directors, partners and representatives of operational creditors. അതായത് ഇവിടെ വോട്ടിംഗിന്റെ അവകാശം ആർക്ക് തന്നെയാണ്? ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് തന്നെയാണ്. മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത് ഈ വീഡിയോ പറയാൻ കാരണം നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ പറയുന്ന റെസൊല്യൂഷൻ പ്ലാൻ അനുസരിച്ചിട്ടുള്ള എന്ത് ചെയ്യാൻ പോവാ ഈ കമ്മിറ്റിയുടെ നമ്മുടെ കമ്പനിയെ കരകയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. പറ്റിയില്ലെങ്കിൽ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യാൻ പോവാം. സിറ്റുവേഷൻ മനസ്സിലായോ? സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ പറയുന്ന ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ്സിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ ബൈ.